14 വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക എന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ വാഹനങ്ങളുടെ RC ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ കോർപ്പറേഷൻ വഹിക്കുക, തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് സ്കീം ഏർപ്പെടുത്തുക, പെൻഷൻ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. കോർപ്പറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന തങ്ങളെ കോർപ്പറേഷന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞ് അധികാരികൾ അവഗണിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു. വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന മിക്കവാറും ആൾക്കാർ. അപ്പം ഹോട്ടലൊന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടീൻ്റെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കോർപ്പറേഷൻ എന്താണെന്നുള്ള തീരുമാനം എടുത്തിട്ട് ഇപ്പോഴുള്ള തൊഴിലാളികൾക്കെങ്കിലും ബദൽ നിർദ്ദേശം അനുസരിച്ചിട്ട് വേസ്റ്റ് എടുക്കണമെങ്കിൽ ഇവർ ഹോട്ടലുകാരെയൊക്കെ വിളിച്ചിട്ട് പറയണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. നിലവിൽ ജില്ലയിൽ 100-ലധികം പേർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിലാളികൾ ദൈനംദിനം വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമായി മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് മാലിന്യങ്ങൾ സ്വരൂപിക്കാൻ കോർപ്പറേഷൻ വാഹനങ്ങൾ ലഭ്യമാകുന്നില്ലെന്നുള്ളതും ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് തൊഴിലാളികൾ. റിപ്പോർട്ടർ, കോഴിക്കോട്.